ഇപ്പം നമ്മളിപ്പോ ഇന്നത്തെ മെസ്സേജിൽ പല കാര്യങ്ങൾ കേട്ടല്ലോ. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം അവചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നു, ആക്സിഡന്റൽ ആയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. ദൈവത്തിന്റെ പർപ്പസിനും പ്ലാൻ അല്ലാതെ ഒരു വിഷയം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ടെംപ്ടേഷൻ വരും, പരീക്ഷ വരും. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ട്രയൽസ് വരും, ശോധന വരും, പെർസിക്യൂഷൻ വരും, ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ, അങ്ങനത്തെ ഇതൊക്കെ ക്രിസ്തുവിന്റെ ജീവിതത്തിലും ശിഷ്യന്മാരുടെ ജീവിതത്തിലുള്ള എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് പറയണം. അപ്പം ഇങ്ങനെ ഇതെല്ലാം വരും. പക്ഷേ ഇതിനെ ദൈവം എന്തിനാണ് ഇത് അനുവദിക്കുന്നത്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന് എന്തിനാ അനുഭവ ചെയ്യുന്നത്? ദൈവം ചില ഭാഗത്ത് നമ്മളെ ക്രഷ് ചെയ്യാനാ. കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും വെളിപ്പെടുത്താൻ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ചെയ്യപ്പം ദൈവം ഏതൊക്കെ അനുഭവത്തിൽ കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ വെളിപ്പെട്ടത് ഏതാകത്തുള്ളത് അതാണ് ക്രഷ് ചെയ്യുമ്പോൾ വെളിപ്പെടുന്നത്. ദുർഗന്ധമാണെങ്കിൽ ദുർഗന്ധം വെളിപ്പെടുത്തുള്ളൂ. ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് ഉള്ളിൽ വരുന്നതെങ്കിൽ ആ ഭാഗത്ത് അത് വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇപ്പം ചിലപ്പോൾ നമ്മൾ ആ ഒരു പല ഭാഗത്തിൽ കൂടെ റിലേറ്റ് ചെയ്യുവാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും. അവിടെ നമുക്ക് ദൈവം അനുവദിക്കുന്ന ഓരോ ചില ഭാഗത്ത് നമ്മളെ ശക്തരാക്കുവാൻ കൊണ്ട് ദൈവം നമ്മെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും. അപ്പം ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നത്, ഓരോ അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് വിധ ചിന്തകൾ കൊണ്ട് ആ വിഷയങ്ങളെ നേരിടാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ നേരിടാം. ഒരു വിഷയം നമ്മുടെ കാഴ്ച കൊണ്ട്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടും കൺസൾട്ട് ചെയ്യാതെ നമ്മുടെ കാഴ്ച കൊണ്ട് ആ ഭാഗത്തേക്ക് പോകും. വേറൊന്ന് വിശ്വാസം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഗോഡ്ലി പേഴ്സ്പെക്റ്റീവ് കൊണ്ട്, ദൈവം എങ്ങനെ വിഷയത്തെ കാണുന്നു എന്നുള്ള ഭാഗത്തിലേക്ക് ദൈവത്തിലേക്ക് ആ വിഷയത്തെ ചോയ്സ് ചെയ്യും. ചില ഭാഗത്ത് നമ്മൾക്ക് ചിലതിന് ഉത്തരം കിട്ടത്തില്ലായിരിക്കും. ആ ഭാഗത്ത് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവവചനം കാണിക്കുന്നത് മുട്ടുമടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ചില ഭാഗത്തിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഭാഗത്തും ദൈവത്തിന്റെ ഒരു വഴിയുണ്ട്, ക്രിസ്തു യേശുവിന്റെ ഒരു വഴിയുണ്ട്. ആ വഴി ചിലപ്പോൾ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃപയായിട്ടായിരിക്കും ദൈവം അത് തരുന്നത്. ദൈവവചനമായിരിക്കും, ദൈവവചനത്തിൽ കൂടെയുള്ള ഫെയ്ത്ത് ആയിരിക്കും, എല്ലാം ദൈവം പകർന്നു തരുന്നത്. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിരിക്കും ചില സമയത്ത്. പക്ഷേ അവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്ട്രാറ്റജി നമ്മളിലേക്ക് പകർന്നു തരികയും അതിനാൽ നമുക്ക് ആ വിഷയത്തിന്മേൽ ഓവർകം ചെയ്യുവാൻ തക്കോണം ഇടയാണ്. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി വരുന്നു ഊടാടി സഞ്ചരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ ദുഷ്ടന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അറിയേണ്ടിവരാ. നമ്മൾ നമ്മൾ ഈ നമുക്ക് മുന്നിട്ടുള്ള ബാറ്റിലിനെ പറ്റി നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊരു തിരിച്ചറിവ് കർത്താവിൽ കൂടി കാണണം. ലോകം ഇതിനെ തിരിച്ചറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ ക്രിസ്തു യേശുവിനിൽ കൂടെ എന്താണ് ഡെവിളിന്റെ സ്കീംസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവഭക്തനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യേശു കർത്താവിന്റെ ജീവിതവും മിനിസ്ട്രിയെ സംബന്ധിച്ച് എന്താണ് ആ സക്സസ് എന്ന് നമുക്ക് കാണപ്പെടുന്നത്? ഒന്ന്, അത് യേശുക്രിസ്തുവിന്റെ ഫുൾ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സീക്കിംഗ് ദ വിൽ ഓഫ് ദ ഫാദർ. ഒറ്റ പറഞ്ഞാൽ പിതാവിന്റെ ഹൃദയം എന്താണ്, പിതാവിന്റെ ഹിതം എന്താണ് എന്ന കാര്യത്തിലേക്കാണ് യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ ലിങ്ക് ചെയ്തിരിക്കപ്പെടുന്നത്. എങ്കിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പേഴ്സ്പെക്റ്റീവ് തന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന്റെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നത് ആ വിശ്വാസം. ഹല്ലേലൂയ. ദൈവം ആ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് ഓരോ വിഷയത്തിന്മേലും ക്രിസ്തുവിന്റെ പരിജ്ഞാനം കിട്ടുന്നത് നമ്മുടെ ഫെയ്ത്ത്. അപ്പം അതനുസരിച്ചിട്ട് ഹല്ലേലൂയ പോകപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആ വിഷയത്തിന്മേൽ നമ്മൾ
ദൈവകൃപ പ്രാപിച്ചവരായിട്ട് മുന്നോട്ട് പോകാൻ തക്കോണം ഇടവരും. ഇനിയും നമുക്ക് കൂട്ടായ്മ എന്നുള്ളത്, ഇന്ന് കൂട്ടായ്മയെ ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കൂട്ടായ്മ എന്നുള്ളൊരു വിഷയത്തെ പറ്റി ഇന്ന് അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ പ്രസക്തി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിഷയമാണല്ലോ. ഈ ഒരു വെള്ളം ഒരു എങ്ങ് പോകാത്തൊരു കുളമായിട്ട് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആ കുളത്തിലുള്ള വെള്ളത്തിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ദുർഗന്ധം വരാൻ ചാൻസ് ഉണ്ട്, സ്മെല്ലാകും. എന്നാൽ ആ കുളത്തിലെ അല്ലെ ഒരു വെള്ളം നമ്മൾ കുറെ നാൾ ഒരു പാത്രത്തിൽ എങ്ങും ചെയ്യാതെ കുറെ നാൾ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് ദുർഗന്ധമാണ്. എന്നാൽ ആ വെള്ളത്തെ അല്ലെങ്കിൽ ഉറവയാണെങ്കിൽ അത് പോകേണ്ട പോലെ അത് സഞ്ചരിക്കാൻ തുടങ്ങപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ദുർഗന്ധമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം ഒരു ഉറവയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് ആവശ്യം പോലെ അതിനകത്തുനിന്ന് അതിന്റെ പിന്നെ അനുഭവങ്ങൾ വെളിപ്പെടും. ഇതുപോലെ നമ്മെ ദൈവം നമുക്ക് പുറമെ കൃപ തന്നിട്ട് ദൈവം ഓരോ സൊസൈറ്റിയുമായി കണക്ട് ചെയ്ത് പലയിടത്തായിട്ട് നിർത്തിയേക്കും. ദൈവത്തിന്റെ സാക്ഷികളായിട്ടൊന്ന് ആയി തീരുവാൻ തക്കോണം നമ്മളെ ഈ സമൂഹത്തെ പല വിധത്തിലാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ലിങ്ക് ചെയ്ത് നിർത്തിയേക്കുന്നത്. എങ്കിൽ ആ ലിങ്ക് ചെയ്തിരുന്ന ഭാഗങ്ങളെ നമ്മൾ എങ്ങും ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ റിസർവ് ആയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ളൊരു ലെവലിൽ മാത്രമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി അല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അത് അതിന്റെ അപ്പുറമായിട്ട് ലോകത്തിലൊക്കെയും നിങ്ങൾ പോയി സാക്ഷിയാകുവാൻ തക്കണം. ജോലി ചെയ്യുന്ന ഭാഗമായിരിക്കാം, ഇങ്ങനെയൊക്കെ ഓരോ ഭാഗമായിരിക്കാം. പക്ഷെ ആ ഭാഗത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഉന്നത വിളിയ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. എന്നാൽ അത് മാനുഷികമായിട്ടുള്ള ലെവലിൽ കൂടെ നടക്കത്തുമില്ല. അതിനൊരു പരിമിതിയുണ്ട്. എക്സാമ്പിൾ, നല്ല മതബോധവും നല്ല മതത്തെ പറ്റി ഭയങ്കരമായിട്ട് ചിന്തകളും നല്ല അറിവുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു യേശു കർത്താവിന്റെ സമയത്ത്. അന്നത്തെ പരീക്ഷ, സദൂക്യ, അങ്ങനത്തെ കൂട്ടം. എന്നാല് ഇതൊന്നും ഇതൊന്നും അറിയാതെ അപ്പം ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയും ഒരു പ്രാർത്ഥനയുടെ ഫേസ് നമുക്ക് നോക്കാം. ഒരാൾ അവിടെ വിധിച്ചുകൊണ്ടിരുന്നു, ഒരാൾ ഇപ്പുറത്ത് ദൈവകൃപയുടെ പാപക്ഷമ ലഭിക്കുന്നു, വിശ്വാസത്താലുള്ള നീതീകരണം ലഭിക്കുന്നു, ദൈവത്തോട് നിരപ്പ് വരും. പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നമ്മുടെ മുന്നിൽ കാണപ്പെടുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ തകരപ്പെടുവാൻ പോണം മുഖാന്തരങ്ങൾ ലഭിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്മേലെ ഓരോ നിമിഷവും ക്രിസ്തുവിനോട് കഴിയാത്ത ഭാഗത്തൊക്കെയും ക്രിസ്തുവിനോടിന്റെ മുൻപിൽ ഒരു ഹൃദയ തകർച്ച ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നാം നമ്മിൽ തന്നെ റിസർവ് ആയി പോകും. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സങ്കീർത്തനം 62:8 വാക്യം, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. നാം നമ്മെ തന്നെ റിസർവ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഓപ്പൺ ആകാതെ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ അല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ കണ്ണിൽ കൂടി നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഹാർട്ടും നമ്മുടെ മനസ്സും എല്ലാം നഗ്നമായി കിടക്കുന്നു. പക്ഷെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇതിനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ദൈവം ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ തുറക്കപ്പെടുന്ന ഭാഗത്തും ദൈവം ഡീൽ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. മാർത്തയും മറിയയും ഒരാൾ നല്ല അംശം കുറെ നേരം ദൈവസേന ഇരുന്നപ്പോൾ തിരഞ്ഞെടുത്തു, പിന്നെ ഒരാൾ ഫേവർ ചെയ്തുകൊണ്ട് ഒപ്പീനിയൻസിൽ കൂടി കടന്നുപോയി. കൊച്ചച്ചട്ട മാംസം ചേലം ചെയ്തുകൊണ്ട് ഒരാൾ ഇരുന്നു. ആ സമയത്ത് കർത്താവിന്റെ നല്ല പ്രവൃത്തിയെ ചെയ്യപ്പെടുവാൻ സാധിക്കപ്പെട്ടു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപക്ഷമയുടെ ആഴം വെളിപ്പെട്ടു. എങ്കിൽ കർത്താവുമായിട്ട് നമ്മൾ ഓപ്പൺ ആകുന്ന സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മിൽ വ്യത്യാസം വരുത്തുന്ന, നമ്മിൽ ചേഞ്ച് വരുന്ന അനുഭവങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇനി ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ മിനിസ്ട്രിക്ക് പോയിട്ടാണ് നമ്മൾ കർത്താവിന് സാക്ഷിയാകുന്ന കാര്യം പറയുന്നത്. നമ്മൾ കെട്ടിക്കിടക്കുവാനല്ല, സാക്ഷിയാകാനാ. എങ്കിൽ ആർക്കായിരിക്കും അവിടെ നിൽക്കുന്ന പരീക്ഷനാണോ
ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ പറ്റി പറയാൻ കഴിയുന്ന ഒരു വെസലാകാൻ കഴിയുന്നത് അവിടെ പിന്നെ അവിടെ പാപക്ഷമ അനുഭവിച്ച ഹല്ലേലൂയ ഒരു ആ പറയുന്ന ആ വേശ്യമാരും ചുങ്കക്കാരും ഒക്കെ അതിനു മുമ്പേ സ്വർഗത്തിൽ പോകുന്ന ആർക്കായിരിക്കും കഴിയുന്നത് ദൈവത്തിന്റെ സാക്ഷിയാകാൻ എന്തൊക്കെ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഹമ്പിളാകുന്ന താഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇത് ഈ രക്ഷയെ പറ്റി മനസ്സിലാകത്തുള്ളൂ. പലർക്കും ക്രിസ്ത്യാനിറ്റി ഒരു മതമായിട്ട് തലയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിനെ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ അതിന്റെ സാക്ഷിയാകാൻ പറ്റുന്നു. ആ ക്രിസ്തുവിനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിന്മേൽ അത് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് അത് മാറ്റുന്നു. ക്രിസ്തു ജീവനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് അനുഭവിക്കുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തിന്മേൽ ഇടപെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ വരും. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഓരോ നിമിഷവും കർത്താവിലേക്ക് ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു യാത്ര, വിശുദ്ധീകരണത്തിന്റെ യാത്രയാണ്. ആ യാത്രയിൽ ഹല്ലേലൂയ നമ്മൾ ഒരു മറ്റ് വ്യക്തികളെ കണ്ട് ഹല്ലേലൂയ സ്തോത്രം വിധിച്ചുകൊണ്ടിരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധി നമ്മെ അങ്ങോട്ട് തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ മണവാളിന് മുൻപിൽ നമ്മെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തുറന്നു കാണിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മറവിലേക്ക് അവിടെ ദൈവം തന്നോട് അടുക്കുന്നവരിൽ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ദൈവം നമ്മെ ഹല്ലേലൂയ ആത്മാവിൽ നമ്മെ ഒന്നിച്ചു പണിയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ നിവാസമാകപ്പെടേണ്ടത്, ദൈവ സാന്നിധ്യം വഹിക്കുവാനാണ്. ദൈവത്തിന്റെ പ്രസൻസിനാൽ ഹല്ലേലൂയ നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെയും നമ്മുടെ ആക്ഷൻസിനെ പോലും കൺട്രോൾ ചെയ്ത് മാറ്റുവാനാണ് ദൈവം നമ്മെ പറ്റി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ കൂട്ടായ്മ ദൈവം നമ്മൾ കൂട്ടായ്മ എന്നുള്ളത് ആഴത്തിലുള്ളതാണ്. അപ്പം നമ്മൾ എത്രമാത്രം കർത്താവിന്റെ പാപക്ഷമയെയും കർത്താവിന്റെ ഫോർഗീവ്നെസ്സിനെയും അതിനെയൊക്കെ നമ്മൾ ആ കൃപയും നമ്മൾ അക്നോളജ് ചെയ്യും തോറും അത് നമ്മുടെ വർഷിപ്പ് ആകും തോറും നമുക്ക് സാക്ഷിയാകാനുള്ള കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഇതിനകത്ത് ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഒരു ചടങ്ങായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മറ്റുള്ളവരുടെ സാക്ഷിയാകാനും നമുക്ക് അതിനകത്തുള്ള തീഷ്ണതയും അതിനകത്തുള്ള ജ്വലനം ആ പഴയ പോലെ നമുക്ക് അനുഭവിക്കത്തില്ല. അപ്പൊ ഡെയിലി നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കൃപയുടെ ആഴം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തു നമ്മുടെ ഓരോ കാര്യത്തിനും ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കുന്നുള്ള ആ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളും നമ്മെ അല്ലെങ്കിൽ ആഴത്തിലുള്ള ചേഞ്ചസിലേക്ക് അധികം നമ്മെ ഉൾപ്പെടുത്തുന്നു. ഫെലോഷിപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് കെട്ടിക്കിടക്കുവാനല്ല ദൈവം നമ്മെ പറ്റിയിരിക്കും. ദൈവമേ എന്നെ ഇങ്ങനെ അയക്കുന്നത്, ദൈവം എങ്ങോട്ടാ എന്നെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരിലേക്കാണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റും സമൂഹത്തിൽ ഒത്തിരി പേര് കാണും. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസിനാൽ, നമ്മുടെ ചിന്തകളാൽ, നമ്മുടെ ഫീലിങ്സിനാൽ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയാസിനാൽ, അല്ലെങ്കിൽ നമ്മൾ ചില ദുഃഖത്താൽ, നമ്മുടെ ചില അപമാനത്താൽ ഇങ്ങനെയൊക്കെ പലതും പെട്ടുകിടക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് കർത്താവിന്റെ വെസലായിട്ട് നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയത്തില്ല. അവരുടെ പെയിനോട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, എന്ന് പറഞ്ഞാൽ അവരോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. നാം നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾ കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് ഫെലോഷിപ്പിൽ കൂടി അനേകരിലേക്ക് ചിലർ റിജക്ഷൻ അനുഭവിക്കുന്നവരുണ്ട്, തിരസ്കാരം അനുഭവിക്കുന്നവരുണ്ട്, ചിലർ അപമാന ഭാരത്തിൽ കിടക്കപ്പെടുന്നവരുണ്ട്, ചിലർ പല പരാജയത്തിൽ കിടക്കപ്പെടുന്നവരുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഫെലോഷിപ്പിന്റെ സർക്കിളിനാൽ അവിടെ നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലപ്പെടണമെങ്കിൽ നാം എന്ന വെസൽ പ്യൂരിഫൈഡ് ആകപ്പെടുമ്പോൾ, നാം കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അവരിലേക്ക് നമുക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ നാം മറ്റു പലതിനാൽ ഒക്യുപ്പൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് ഒരാളെ കണ്ടം ചെയ്യാം, ഒരാളെ വിധിച്ചു തള്ളാം, നമുക്കൊരാളെ പലതിനും പോയിന്റ് ഔട്ട് ചെയ്യാം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, ക്രിസ്തുവിന്റെ ആതുരകർണ ഒഴുകി ആ ഭാഗത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഇറങ്ങി ചെല്ലുവാൻ ഒരു വെസലായി നാം ആയിത്തീരുവാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ അത് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഫെലോഷിപ്പിൽ നാം നമ്മിൽ തന്നെ റിസർവ് ആകാതെ
ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വെസലായി തീരുകയാണെങ്കിൽ നാം മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സാക്ഷിയാവാനും തക്കോണമുള്ള വെസലായി ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ദൈവം ചിലപ്പോൾ നമ്മളെ വളരെ ടഫായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും. ചിലർക്ക് ഒരു സ്നേഹമില്ലാത്ത ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന ആളുമായിട്ടൊക്കെ ദൈവം കണക്ട് ചെയ്യും. അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അവരിൽ നിന്ന് അവരെ സ്നേഹിക്കാൻ നമ്മളെ ദൈവം പഠിപ്പിക്കുക. ആ സ്നേഹിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് അതൊരു മിനിസ്ട്രി ആയി തീരത്തക്കോണം നമ്മെ ദൈവം ഉപയോഗിക്കപ്പെടുന്നു. കലേരിയ സ്തോത്രം. ചില ഭാഗത്ത് നമ്മളിലേക്ക് ആ സ്നേഹം വരത്തില്ല. ചില ടഫ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പെട്ടുപോകും. പക്ഷെ ആ പെട്ടുപോകുന്ന ഭാഗത്ത് നമ്മൾ പ്രാപിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുന്ന ദൈവകൃപ, ആ ദൈവകൃപ നമ്മെ പണിഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ വളരെ ടഫ് സിറ്റുവേഷനിൽ കൂടി ദൈവം തരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് അവിടെ. ദൈവം തരുന്ന വചനത്തിന്റെ വെളിപ്പാടുണ്ട്. ആ വചനം നമ്മളിലേക്ക് ക്രിയ ചെയ്യുമ്പോൾ നമ്മെ ദൈവം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് അല്ലെങ്കിൽ ലോക മനുഷ്യൻ ഒന്നും കഴിയാത്ത ഒരു ഭാഗമാണ്. അത് നമുക്ക് വിശ്വസിക്കാവുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയ ഹൃദയം തരും, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. എന്നിട്ട് എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം എസ്കേൽ പറയുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ എന്താണ് പുതിയ നിയമം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എല്ലാം ഐ വിൽ ഡു. അപ്പം ഞാൻ പുതിയ ഹൃദയം തരും, ഞാൻ ഇത് തരും എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിനകത്തൊന്നും ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കാനുള്ള വക കർത്താവിൽ കൂടി റിസീവ് ചെയ്യുവാൻ തക്കമുള്ള ഭാഗം നമ്മൾ കർത്താവിനെ നോക്കിയാൽ ദൈവം തരുമെന്നുള്ള പ്രോമിസ് അവിടെ കണ്ടെത്തുക. അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന്റെ ദൈവം നമുക്ക് ജീവനും ഭക്തിക്കൊക്കെ തന്നിട്ടുണ്ട്. അവയെ നമുക്ക് വലിയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം അത് പുതിയ ഹൃദയം തരും, ഞാൻ പുതിയ ഹൃദയം തരും, ഞാൻ എന്റെ ആത്മാവിനെ പകരും, ഞാൻ കല്ലായ ഹൃദയം മാറ്റി മാംസദളമായ ഹൃദയം എന്ന് പറഞ്ഞാൽ ജീവൻ തുടിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ വാഴുന്ന ഹൃദയം, ക്രിസ്തുവിന്റെ ലൈഫ് വ്യാപരിക്കുന്ന ഹൃദയം, അത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അത് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ നോക്കേണ്ടത്, കർത്താവിന്റെ പ്രോമിസ്. അപ്പം എന്താ പറയുന്നത്, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നു. അതിമഹത്തായ വാക്തത്വങ്ങൾ പുതിയ നിയമത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്, അവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ഡിവൈൻ നേച്ചറിലേക്ക്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. അപ്പം ഈ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് ഉരുവാക്കുവാൻ, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ, പുത്രന്റെ നേച്ചറിലേക്ക് കയറപ്പെടുവാൻ പോകണം ദൈവം നമുക്ക്. അല്ലെങ്കിൽ ഈ ടഫായിട്ടുള്ള ആൾക്കാരെ ദൈവം നമുക്ക് തരും. അത് തരുന്നത് ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ആ ഭാഗത്ത് ദൈവത്തിന്റെ മോൾഡിങ്ങിലായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിന്മേൽ വന്ന ഒരു കാര്യവും ആക്സിഡന്റ് അല്ല. എന്നിട്ട് ഓരോ ഭാഗം കഴിഞ്ഞിട്ട് അടുത്തുള്ള ഇത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. കർത്താവിന്റെ കോളിങ്ങിൽ നിന്ന് കർത്താവിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഭാഗത്തുനിന്നും കർത്താവ് സ്കിപ്പ് അടിക്കാനും നോക്കി. പിതാവിന്റെ ഹിതം ചോദിച്ചു, പിതാവ് ഒരിടത്ത് ഇച്ചിരി ഭയപ്പെട്ടു പോയ, ഇച്ചിരി പ്രയാസപ്പെട്ട ഭാഗമുണ്ട്. പക്ഷെ ഗതസമയയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ശക്തിപ്പെടുത്തുന്ന അനുഭവമുണ്ട്. അല്ലെങ്കിൽ എങ്കിൽ നമ്മുടെ ജീവിതത്തിന്മേൽ അല്ലെങ്കിൽ ദൈവം ഓരോ ചെയ്യുന്ന ഭാഗത്തിന്മേലും ദൈവത്തിന്റെ കൃപ തന്നിട്ട് ദൈവം അവിടെ നമ്മുടെ കോളിങ്ങിൽ നിർത്തുവാൻ ദൈവം ശക്തനാണ്. ഇനി അടുത്തത്, ഈ നമ്മൾ ഇടപെടുന്ന ആൾക്കാരുമായിട്ട് ദൈവം ചിലപ്പോൾ കണക്ട് ചെയ്യുന്ന ചില ആൾക്കാര് നമ്മെക്കാട്ടിലും ഷോർട്ട് കമ്മിങ്സും നമ്മെക്കാട്ടിലും ഫെയിലിയേഴ്സും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് അവരോട് സഹതാപം കാണിക്കുവാൻ തക്കോണം നമുക്ക് എത്രത്തോളം കഴിയും. അപ്പം ഇപ്പൊ കർത്താവ് ഫെലോഷിപ്പിന്റെ ഒരു ഭാഗം, അതിന് ഹെബ്രായ ലേഖനത്തിൽ കർത്താവ് അതിനൊരു മാതൃകയാണ്. ഹെബ്രായ ലേഖനം അതിനകത്ത് പറയുന്നുണ്ട്, 4:15 വാക്യമാണ്, അവൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ബലഹീനതയിൽ നമ്മളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് തന്നെ ഇന്ന് ഫെലോഷിപ്പിൽ കൂടി ദൈവം നമുക്ക് നമ്മുടെ മുന്നിൽ കണക്ട് ചെയ്യുന്ന ഈ ഫെലോഷിപ്പ് മാത്രമല്ല, ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ നമ്മളോട് ഇടപെടുന്ന പല ഭാഗങ്ങളിലായിരിക്കും. അവിടെ ഷോർട്ട് കമ്മിങ്സും ഫെയിലിയേഴ്സും സ്നേഹിക്കാൻ കൊള്ളാമെന്ന് തോന്നാത്ത ഒത്തിരി പേരെ ദൈവം കണക്ട് ചെയ്ത് തരും. അങ്ങനെയുള്ള ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് ബലഹീനതകൾ ഐഡന്റിഫൈ ചെയ്യുവാൻ തക്കോണം ക്രിസ്തുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഹൃദയത്തിന്റെ ഒരു
സ്ഥലം ദൈവം നമുക്ക് വേണ്ടി തുറന്നു വരും. അവിടെ ഒരു ദൈവത്തിന്റെ പൊട്ടൻഷ്യലും ജീവനും ദൈവം നമുക്ക് വേണ്ടി തരുന്ന ദൈവമാണ്. ചില ഭാഗത്ത് നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. മടുത്തു പോകാൻ ഇപ്പം ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ദൈവത്തിന്റെ പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ സ്തുതി ആരാധനയിൽ കൂടി പോവുകയാണെങ്കിൽ ആ മടുപ്പിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു വാക്യമാണ് കൊലോസ്യർ 4:2 പറയുന്നുണ്ട്, സകല നേരത്തും പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ദ സ്പിരിറ്റ് ഓഫ് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്. പലപ്പോഴും നമ്മൾ കൊലോസ്യർ 4:2 ആണ്. അതിനകത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനയെ ഉച്ചരിപ്പിൻ, സ്തോത്രത്തിൽ അതിൽ ജാഗരിപ്പിൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ സ്തോത്രത്തിൽ ജാഗരിപ്പിൻ. ഇംഗ്ലീഷ് താങ്ക്സ് ഗിവിംഗ് കണക്ട് ചെയ്യപ്പെടുവാണ്. നമ്മുടെ പ്രാർത്ഥന താങ്ക്സ്. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പ്രാർത്ഥന ചെയ്തിട്ട് അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ റെലത്തിലോട്ട് കയറപ്പെടുമ്പോൾ, താങ്ക്സ് ഗിവിംഗ് ലെവലിലോട്ട് പോകുമ്പോൾ നമ്മുടെ പല ദൈവ മഹത്വത്തെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്വാഭാവിക തോട്ട്സ് പോലും നമ്മൾ മറന്നുപോകും. അങ്ങനെയുണ്ട് പക്ഷെ പൗലോസും ശീലാസും രാത്രി കാലങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്തപ്പോൾ അവിടെ പിന്നെ അവരുടെ തടവിന് അപ്പുറമായിട്ട് അവിടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾക്ക് സാക്ഷിയായി തീർന്ന ആ ചിലരെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, ചങ്ങലയിൽ നിന്ന്, തടവറയിൽ നിന്ന് ബന്ധിതരെ സ്വാതന്ത്ര്യമാക്കുന്ന ലെവലിൽ മേൽ ദൈവശക്തി ആവരിച്ചു. അപ്പൊ നാം ആയിരിക്കുന്ന മേഖലയിൽ മേൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകുന്ന പല മേഖലയിൽ മേലും ദൈവകൃപയുടെ ഹല്ലേലൂയ അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ റെലത്തിൽ കയറി ഹല്ലേലൂയ അവിടെ ശക്തിപ്പെടുവാൻ തക്കണം, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തക്കണം ഇടയാവാൻ തക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില ഭാഗങ്ങളിൽ മേൽ നമ്മുടെ ജീവിതത്തിന്മേൽ വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഇടപെടുമ്പോൾ ചിലരുടെ സ്വഭാവം കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു ഹ്യൂമിലിറ്റി അധികം പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കൂട്ടായ്മയിൽ അല്ലെ മറ്റുള്ളവരുടെ സാക്ഷിയാകുമ്പോൾ ഒത്തിരി വലിയ പ്രൈഡ് ആരെല്ലാം ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും പ്രൈഡുള്ള അല്ലെങ്കിൽ അഹങ്കാരമുള്ള നികളമുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് പറ്റും. പക്ഷെ ഒരു താഴ്മയുള്ള ഒരു വ്യക്തിയിൽ കൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ പിന്നെ ആരോടായിരിക്കും സംസാരിക്കുന്നത്? പ്രൈഡുള്ള ആൾക്കാരോടായിരിക്കും, ഹ്യൂമിലിറ്റി ഉള്ള ആൾക്കാരോടായിരിക്കും. അപ്പം എപ്പോഴും താഴ്മയുള്ള വ്യക്തി ബന്ധങ്ങളിലേക്ക് ഇറങ്ങപ്പെടുവാൻ പോണം അദ്ദേഹം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈഡ് എപ്പോഴും ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന് കിട്ടത്തില്ല. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കത്തുള്ളൂ. അപ്പൊ ആ ബന്ധങ്ങളിൽ സാക്ഷിയാകുവാൻ പോണം, സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ പോണം. ദൈവം നമ്മളിലേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉപരി വിപ്ലവമായ ആത്മീയതയേക്കാൾ ഉപരി അല്ലെ പുറത്ത് കാണിക്കുന്ന ആത്മീയ ആന്തരികമായി കർത്താവിൽ കൂടി ആ ഒരു നേച്ചർ നമ്മളിലേക്ക് വിശ്വാസത്തിൽ കൂടി ദൈവം വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ടഫ് സിറ്റുവേഷൻ ആയ ആൾക്കാരെ പോലും ഹല്ലേലൂയ അവിടെ ദൈവ കൃപയിൽ നമുക്ക് അവിടെ പൊസിഷൻ ചെയ്യുവാൻ സാധിക്കും. ചിലപ്പം ചില വാക്കുകൾ പ്രൈഡിൽ നിന്ന് വരുന്നതായിരിക്കും. ആ സാഹചര്യത്തെ മുഴുവൻ കൈകാര്യം ചെയ്യാതെ പലപ്പോഴും പല ആൾക്കാരും പരാജയപ്പെടും. ആകിയാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മേഖലയിൽ നമ്മൾ ഏതിനെയാണ് ഉടുപ്പായിട്ടാക്കുന്നത്? പ്രൈഡിനാണ് ഉടുപ്പാക്കിയേക്കുന്നത് അതോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ താഴ്മയാണ് ചെയ്തേക്കുന്നത്? ഹല്ലേലൂയ. എങ്കിൽ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ തമ്മിൽ താഴ്മ ധരിപ്പിക്കുന്നു 1 പത്രോസിന്റെ ഭാഗത്ത് ഭാഗമുണ്ട്. താഴ്മയുടെ ഭാഗമാണ്. ചിലപ്പോൾ എനിക്ക് വീക്ക്നെസ് ഉണ്ട്, അത് സമ്മതിക്കുവാൻ അത് റെഡിയാണ്, താഴ്മയുടെ ഭാഗം. നെക്സ്റ്റ്, ബി ഓപ്പൺ ടു കറക്ഷൻ. ഞാൻ തെറ്റ് തിരുത്തുവാണെങ്കിൽ ഒരു പ്രൈഡുള്ള ആൾക്ക് തെറ്റ് തിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഒരു താഴ്മയുള്ള ആൾക്ക് കറക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുവാൻ തക്കോണം ചെയ്യും. അതുപോലെ വളരെ താഴ്മയുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരുടെ തെറ്റുകുറവുകൾ ഉണ്ടാകുമ്പോൾ അവരോട് ദീർഘക്ഷമ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ വരുന്ന പറഞ്ഞ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ പാപക്ഷമയെ നമ്മുടെ വീക്ക്നെസ്സിനോട് നമ്മൾ എന്ത് ചെയ്യും? ദൈവം മനസ്സലിവ് കാണിക്കണമെന്ന് വിചാരിക്കും. വാസ്തവമായിട്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന്റെ പാപക്ഷമ
അനുഭവിക്കപ്പെടുന്ന ദൈവകൃപയുടെ അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള ആ ഒരു ഭാഗം. ആ ബ്രോക്കൺനെസ് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോടും അവരുടെ വിഷയത്തിന്മേൽ അവർ പെട്ടുപോയിരിക്കുന്ന വിഷയമാണ്. അവർ ദൈവഹിതപ്രകാരം എല്ലായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ പെട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി അവരോട് ദൈവത്തിന്റെ കരുണയെ ആർദ്രതയിലേക്ക് ഇറങ്ങിപ്പോകാൻ തക്കോണമുള്ള ക്രിസ്തുവിന്റെ മനസ്സിൽ വ്യാപരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ക്രിസ്തുവിന്റെ ആ സ്വഭാവമാണ് പേഷ്യൻസ് നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒറ്റയടിക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നമ്മളോട് സഹിഷ്ണുത ആൾക്കാരെ കാണിക്കണമെന്നും ദീർഘക്ഷമ കാണിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ നമ്മൾ വിധിക്കുന്നവരായിട്ട് നിൽക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പം ആ പരീക്ഷന്റെ കൂട്ടം ഓരോന്നും വിധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പാപക്ഷമ വാസ്തവമായി അനുഭവിക്കുന്ന ഒരു വ്യക്തി, വിശ്വാസത്താൽ ആ നീതീകരണം അനുഭവിക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എന്റെ പാപങ്ങളാ മേൽ ദൈവം പ്രവർത്തിച്ച വിധമായി ഏറ്റവും മുന്നിൽ കയറി വരുവാൻ തക്കോണം അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ വളരെ ദൈവത്തിന് ഒരു താങ്ക്ഫുൾ ഒരു ഹേർട്ട് ആണെങ്കിൽ വേറൊരാളുടെ ഷോർട്ട് കംസിലോട്ട് ഇറങ്ങുവാൻ അദ്ദേഹത്തിന് അത്രയും പ്രയാസം വരും. അതുകൊണ്ട് ഈ നാളുകളിൽ ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസിന്റെ നമ്മുടെ ചിന്തകളിൽ മേൽ ഭരിക്കപ്പെട്ടവരാകാതെ ദിനം പ്രതി ക്രിസ്തുവിന്റെ ജീവന്റെ അനുഭവവും ആ പാപക്ഷമയുടെ അതിന്റെ ആ അബണ്ടൻസ് ആ ദൈവത്തിന്റെ ആയിട്ടുള്ള ആ ജീവന്റെ സമൃദ്ധിയിൽ കൂടി കർത്താവ് തന്നേക്കുന്ന ആത്മീയ അനുഗ്രഹത്തിൽ നിന്ന് നന്ദിയുള്ളവരായി തീരുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ദൈവം നമ്മെ സഹായിക്കും.